ഹായ് ഗേസ്, നമുക്കിന്ന് പൂരാടം നാളെ താത്തക്കളം നോക്കാം. തുടച്ച് വലിയ കാര്യത്തിൽ ചോക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അതൊന്നും അറിയില്ല. ഇന്ന് കിറ്റിലത്തെ പൂവ മാത്രമായിട്ട് ആ ഗുണ്ടമണി മാത്രമേ ഇടണുള്ളൂ, വേറെ ഒന്നും ഇടണല്ലേ. കാരണം നാളെ ഉത്രാടൻ്റെ നാളാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് വലുതാക്കിയിട്ട് സ്പെഷ്യലാക്കി ഇടുന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അപ്പോൾ കിറ്റിലത്തെ പൂ നാളെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടമണി ഇട്ടു. ഡിസൈനൊന്നും വരച്ചില്ല, ചോക്ക് മാത്രം എടുത്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ പൂമാരി ഉദ്ദേശിച്ചിട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഉണ്ടമണി വെച്ചിട്ട് ഇങ്ങനെ പതുക്കേനെ നമ്മൾ ഒതുക്കി ഒരു വട്ട ഷേപ്പാക്കി കൊടുത്തു ഉണ്ടമണി. പിന്നെ വാഴക്കൊപ്പറയില്ലേ, അതിൻ്റെ പൂ വെച്ച് കൊടുത്തു. പിന്നെ ഈ ഒരു ഇല വെക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കത് ഭംഗിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഞാൻ കാണിച്ചില്ല ഒരു കളറില, ആ കളറില തന്നെ വേറെ പൊട്ടിച്ചെന്ന് വെട്ടിയിട്ട് ചുറ്റും വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള മാതിരി തോന്നി. പിന്നെ ഞാൻ ചുവന്നല്ല, വലിയ റോസ് ചെമ്പരത്തി ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു. അത് ഞാൻ അങ്ങനെയാണ് വെക്കുക, 4 മൂലയ്ക്കും വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഫില്ലൊക്കെ ചെയ്യുക. എനിക്ക് അങ്ങനെ ശീലമായി, ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ മന്ദാരമാണ് വെച്ച് കൊടുക്കുന്നത്. മന്ദാരം ഞാൻ ഇങ്ങനെ അടർത്തിയിടുന്നില്ല, അടർത്തിയിട്ട കാറ്റ് വരുമ്പോൾ ഒക്കെ പറന്ന് പോവും. ഇപ്പം തന്നെ ഉച്ചയ്ക്കാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. ഇപ്പോൾ ആകെ കൂടി ആ ഇലയുടെ മാത്രമേ ഉണ്ട്, ബാക്കിയൊക്കെ പറന്നു പോയി. ഇവിടെ ഭയങ്കര കാറ്റാണ്. തൃശ്ശൂരാണ്, പക്ഷെ ഭയങ്കര കാറ്റാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ മന്ദാരം വെച്ച് കൊടുത്തു. പിന്നെ നേരത്തെ എടുത്ത് കളഞ്ഞാൽ മന്ദാരത്തിൻ്റെ ഇടയിൽ കുത്തിത്തിരിക്ക് വെച്ച് കൊടുത്തു. പിന്നെ 2 സൈസ് ചെമ്പരത്തി ബാക്കി ഉണ്ടായിരുന്നു, ഗോൾഡൻ കളർ ഞാൻ ഇട്ടില്ല, ചുവന്നത് ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അടുത്ത വീഡിയോ വെച്ച് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.